കേരളത്തിലെ ഒരു വിദ്യാർത്ഥിയാണ്. ഈ സ്വന്തം അമ്മ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ വേണ്ടി 2 മാസമായി ആ മകൻ കാവൽ നിൽക്കുകയാ. ഈ കേരളത്തിലാണ് ഇത് നടക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം. 2 മാസമായിട്ട് ഒരു സ്വന്തം മകൻ അമ്മയ്ക്ക് കാവൽ നിൽക്കുന്ന ഒരു അവസ്ഥ കേരളത്തിലുള്ള നമ്മൾ ഇന്നേ വരെ കേട്ടിട്ടില്ല. എന്തായാലും നമുക്ക് ആ മോനെ കൂടെ ഈ വീഡിയോയിലേക്കൊന്ന് ക്ഷണിക്കാം. മോൻ എന്താ സ്കൂളിൽ പോകാത്തെ? അമ്മ എപ്പോഴും അമ്മയ്ക്ക് പേടിയാ ഓരോ കടക്കാര് വരുന്ന കാരണം. അന്നേരം അമ്മ ഓരോ വട്ടവും പറയും ഞാൻ പോയി മരിക്കും, അല്ലെ ഞാൻ ഇവിടുന്ന് എവിടെയെങ്കിലും ഒക്കെ പോകും. ഇങ്ങനെ പറയുന്ന കാരണം ഞാൻ അമ്മയുടെ കൂടെ പോകും. അതുമല്ല, അമ്മയുടെ ഈ വണ്ടിക്കൂലിക്ക് പോലും 1 രൂപ പോലും എടുക്കാറില്ല. അമ്മ എന്റെ ഒരു സൈക്കിളിനകത്ത് വെച്ച് കൊണ്ടുപോകുന്നത്. അങ്ങനെ അമ്മ എവിടെയെങ്കിലും ഇന്നേ ഒരു അമ്പലം അല്ലെ ഒരു അമ്പലത്തിന്റെ ഒരു ആൽത്തറ അവിടാണ് പോയിരുന്ന് അവിടെ രാത്രി വരെ അവിടെ തന്നെയായിരിക്കും. ഈ കടക്കാരെ പേടിച്ചിട്ടാണോ പോയിരിക്കുന്നത് അവിടെ? ഈ നേരം വെളുത്ത ഈ വീട്ടിൽ അത്രയ്ക്ക് കടക്കാർ വരുവല്ലേ? കൊല്ലം വാർത്തകളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കരുനാഗപ്പള്ളിക്കടുത്തുള്ള ക്ലാപ്പനയിലാണ്. ക്ലാപ്പനയിൽ നമ്മൾ വന്നിരിക്കുന്നത് ജയശ്രീ എന്ന് പറയുന്ന ഒരു ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ വരാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ വളരെ ദുരിതപൂർണമായ ഒരു ജീവിത സാഹചര്യത്തിലേക്ക് വലിയൊരു കടത്തിൽപ്പെട്ടതിനുപരി സ്വന്തം ശരീരത്തിലെ എല്ലുകൾ പൊടിഞ്ഞു പോകുന്ന ഒരു അതിഭീകരമായ ഒരു അസുഖത്തെ തുടർന്ന് ജീവിതം ഏറെക്കുറെ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ജയശ്രീ ചേച്ചിയുടെ വീട്ടിലേക്കാണ് വന്നത്. ആ ചേച്ചിയുടെ ഒരു ജീവിത അനുഭവങ്ങളും എന്താണ് നിലവിലത്തെ ഒരു സാഹചര്യം എന്നറിയാൻ വേണ്ടി തന്നെയാണ് വന്നത്. ഏതാണ്ട് നമുക്കൊപ്പം ഉണ്ട്. കടക്കാരൊക്കെ വന്ന് മിക്കപ്പോഴും ഒരു ശല്യപ്പെടുത്തുകയാണ്. രാവിലെ ഡോറ് തുറന്ന് നോക്കുന്നത് കടക്കാരിലേക്ക്. അപ്പൊ അങ്ങനെ 2-3 തവണ ഒരു ആത്മഹത്യാ ശ്രമമൊക്കെ നടത്തി. 11 മണിക്ക് ഈ കടക്കാർ വന്ന് ബഹളം വെക്കുവാണോ? അത് ശരി. 11 മണിക്ക് രാവിലത്തുള്ളവർ പോലും ഉറങ്ങാനൊക്കെ. പിന്നെ സഖിയായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി. അത് ശരി. ഈ ചികിത്സയ്ക്ക് ചേട്ടൻ ജോലി ചെയ്യുന്ന പൈസ നമ്മുടെ മരുന്ന് മേടിക്കാൻ പോലും തികയാത്ത അസുഖം പറയുന്നത് നമ്മുടെ ഈ എല്ലുകള് പൊടിഞ്ഞു പോകുന്ന ഒരു അസുഖമാണ്. അപ്പൊ നമുക്കറിയാലോ അതിന്റെ വലിയ ഈ കസേരയിലിരിക്കുന്നതാണ് ജയശ്രീ ചേച്ചി. ചേച്ചിയോട് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ചേച്ചി നമസ്കാരമുണ്ട്. എന്താ ചേച്ചിയുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ മൊത്തത്തെ ജീവിതം തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. എന്റെ ജീവിതം തന്നെ ഇല്ലാതാവുന്ന ഒരു അവസ്ഥയായി വന്നിരിക്കുക സാറേ. നമ്മുടെ കടം കൂടി നമുക്കിപ്പോ ജീവിക്കണോ മരിക്കണോ എന്നല്ലാത്തൊരവസ്ഥയല്ല. എന്റെ മക്കളെ ഓർത്ത് മാത്രം ഞാൻ ജീവിക്കാൻ. എന്റെ മോൻ, ഞാൻ എവിടെ പോയാലും എന്റെ മോൻ എന്റെ കൂടെ നടക്കുക. ഞാൻ അവനെ സ്കൂളിൽ ഇന്നലെ വിടാൻ നോക്കിയതാ, പക്ഷെ അവൻ പോത്തില്ല. അവനിഞ്ഞി എന്റെ ക്ലിയറാക്കാതെ അവന് എങ്ങും സ്കൂളിൽ പോകത്തില്ലെന്ന് വാശി പിടിച്ചിരിക്കുക. പരീക്ഷയായി അടുത്ത് വന്നിരിക്കുക. മോൻ എത്ര നാളായി സ്കൂളിൽ പോയിട്ട്? കറക്റ്റ് 2 മാസമായി. അവനെ വിളിക്കാമെങ്കിൽ അറിയാം അവൻ പോകുന്നില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. 2 മാസമായിട്ട് മോൻ സ്കൂളിൽ പോകുന്നതേ ഇല്ല അവന്. എന്റെ ഈ ഒരു വിഷയം വന്ന് അന്ന് തൊട്ട് തുടങ്ങി അവൻ സ്കൂളിൽ പോകത്തില്ല. ചേച്ചിക്ക് ഒരുപാട് കടബാധ്യതകളുണ്ടല്ലേ? മൊത്തം കടവ്. നമ്മൾ ഒരിടത്തുനിന്ന് മേടിച്ച് അടുത്തടത്തോട്ട് കൊടുത്ത് ക്ലിയറായി ഒരു 6 മാസം കൊണ്ട് പലിശ എന്തിനകത്തും കൊടുക്കാൻ പറ്റാത്ത സ്റ്റേജായി. അങ്ങനെ കടം കൂടിയതാ. ഇപ്പൊ ഒരിടത്തുനിന്ന് ലോൺ എടുത്ത് പലിശ കൊടുക്കും, പലിശ അടക്കുന്നതിനും അടുത്തടുത്തുനിന്ന് ലോൺ എടുക്കും. അങ്ങനെ കടം അങ്ങ് പെരുകിപ്പോയി. എന്നെ പിടിച്ചിരിക്കാൻ പറ്റാത്ത സ്റ്റേജായി പോയി. ശരീരം ഫുള്ള് തളർന്ന ഒരു അവസ്ഥയിലായിരുന്നു ചേച്ചി. 2010 എനിക്ക് കിഡ്നിയുടെ അസുഖം വന്ന് പ്രവർത്തനം കുറഞ്ഞായിരുന്നു. അതിന് മരുന്ന് ട്രീറ്റ്മെന്റ് വണ്ടാനത്തെയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. 2013 പെട്ടെന്ന് കൈക്ക് ഒരു വേദന വന്ന് കഴുത്തിന് കീഴ്പോട്ട് ഫുള്ള് തളർന്ന് 2.5 വർഷം കിടപ്പായിരുന്നു. ഈ അടുത്ത ഇടയിൽ അതിൽ മൊത്തം ലേലത്തിൽ പോയിരിക്കുക. ഇപ്പം നിലവിൽ താമസിക്കുന്ന ഈ ഒരു വീട് ലൈഫ് പദ്ധതിയിൽ കിട്ടിയതല്ലേ? അതും നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്കാണോ? അത് പോയി, നമ്മുടെ കൈ വിട്ട് പോയെന്നുള്ള സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കാനുള്ളവരിപ്പോ 3 ലക്ഷം ആണെങ്കിൽ അവര് ഒറ്റക്കാരെ കൊണ്ടുവന്ന് അവര് കൊടുക്കുന്നുള്ള ഒരു സ്റ്റേജ് വന്നിരിക്കുന്നത്. ഇതിന്റെ ഫിനാൻസ് ചെയ്തേക്കുന്നത് മഹീന്ദ്ര ഫിനാൻസ് അല്ലേ? മഹീന്ദ്ര ഫിനാൻസിന്റെ ഒരു ബോർഡൊക്കെ ഈ വീടിന്റെ ഫ്രണ്ടിൽ ഒട്ടിച്ചിട്ടുണ്ട്. ജപ്തി നോട്ടീസ് ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അത് നമ്മൾ കണ്ട്. അപ്പം നിലവില് 18 ലക്ഷം രൂപയോളം കടമുണ്ടല്ലേ? ഈ ഒരു വീട്ടിലെ വലിയ വരുമാനം എന്ന് പറയാൻ ഒരു വരുമാനം കൊണ്ടാണ് നമ്മൾ ഇത്രയും പിടിച്ചു നിൽക്കുന്നത്. പക്ഷെ പുള്ളിക്കാരൻ കള്ളുകൂടിയോ ഒന്നുമില്ല. നമ്മൾക്ക് വേണ്ടി അങ്ങനെ ജീവിതം ഹോമിച്ചു പോയി. ഇവിടെ ഈ മെമ്പറെ ഈ ചേച്ചിയുടെ ശ്രീ ചേച്ചിയുടെ അവസ്ഥയൊക്കെ അറിയാലോ അല്ലേ?
അപ്പം എങ്ങനെ കാര്യങ്ങളൊക്കെ അറിയായിരുന്നോ? കാര്യങ്ങൾ എനിക്ക് നേരത്തെ ചേച്ചിച്ച പരിചയമില്ലായിരുന്നു. കാരണം നമ്മുടെ വാർഡിൽ വന്നിട്ട് ഏകദേശം ഒരു 2 വർഷത്തോളേ ഉള്ളൂ. തൊട്ടടുത്ത വാർഡിൽ വാടകയ്ക്ക് താമസിക്കുമായിരുന്നു. അപ്പൊ ഇവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ എന്നെ പലവട്ടം വിളിച്ച് പറയുമ്പോൾ ഇത്രയും പരിതാപകരമായ അവസ്ഥയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഇവർക്ക് ഒരു ലൈഫ് പദ്ധതി വീട് കിട്ടിയതിന് ഇപ്പൊ നമുക്ക് വളരെ സന്തോഷമായിരുന്നു. പെട്ടെന്ന് തന്നെ ഇത് പൂർത്തീകരിക്കാൻ സാധിച്ചു. ഈ പറഞ്ഞതുപോലെ കയ്യിലൊരു പൈസ ഇല്ലാതെ കടങ്ങൾ വാങ്ങിച്ച് വീട് പൂർത്തീകരിക്കണം അവിടുന്ന് ഇവിടുന്നൊക്കെ പലിശയ്ക്കും ഒക്കെ എടുത്താണ് വീട് പൂർത്തീകരിച്ചത്. അപ്പൊ നമ്മുടെ ഈ നാട്ടുമ്പുറത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലുകാച്ചി ചടങ്ങ് കഴിയുമ്പോൾ നല്ലൊരു എമൗണ്ട് മിക്കവാറും എല്ലായിടം കിട്ടും. അങ്ങനെ ഒരു പ്രതീക്ഷയായിരുന്നു ഇവർക്കും. എല്ലാവരും സഹായിക്കും എന്നുള്ള ഒരു രീതിയിൽ ചടങ്ങുകൾ നടത്തിയെങ്കിലും ഈ പറഞ്ഞതുപോലെയുള്ള എമൗണ്ട് കിട്ടിയില്ല. അന്നൊരു പെരുമഴയും കൂടെ ഭയങ്കര മഴയത്ത് ഉള്ള ഒരു ദിവസമായിരുന്നു അന്ന് പാലുകാച്ചി ചടങ്ങ് നടന്നത്. അപ്പൊ ഈ പാലുകാച്ചിന്റെ ഒരു അവധി പറഞ്ഞിട്ടാണ് പലരിൽ നിന്നും പൈസ വാങ്ങിച്ചത്. പിറ്റേന്ന് തൊട്ട് ഈ പൈസ കൊടുക്കാത്തപ്പോഴേ കടക്കാർ വന്ന് കയറുകയും അങ്ങനെ വലിയ പ്രശ്നം. സ്വന്തം മകൻ പറഞ്ഞതുപോലെ 2 മാസമായിട്ട് 8ാം ക്ലാസ് പഠിക്കുന്നവനെ ഞാനിപ്പോ വന്നപ്പോഴാണ് അറിയുന്നത് സ്കൂളിൽ പോകുന്നില്ല എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു മോനെ പഠിക്കണം, പഠിച്ചെങ്കിൽ മാത്രമേ ഇന്നത്തെ കാലത്ത് നമുക്ക് അമ്മയെ സഹായിക്കാൻ. പറഞ്ഞ അമ്മയില്ലാതെ ഞാൻ എന്തിനാ പഠിക്കുന്നത്, എനിക്ക് അമ്മ വേണം, അതുകൊണ്ട് അമ്മ പലവട്ടം ഇവിടുന്ന് മരിക്കാനായിട്ട് ഇറങ്ങിപ്പോയി, അതുകൊണ്ട് അമ്മയുടെ കൂടെ ഞാൻ നടക്കുവാണെന്നാണ് അവനിപ്പോ നമുക്ക് പറയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇത് കാണുന്ന സുമനസുകൾ ഇത് ഒരു പാഴ്വാക്കായിട്ടോ അല്ലെങ്കിൽ വെറും പൊള്ള കഥയായിട്ടോ നിങ്ങൾ വിശ്വസിക്കാതെ ഇതിന്റെ യാഥാർത്ഥ്യമാണ് പറയുന്നത്. നമ്മള് അത് മനസ്സിലാക്കി മഹീന്ദ്ര ഫിനാൻസ് ഉൾപ്പെടെയുള്ളവരുടെ നോട്ടീസ് നമ്മുടെ ഈ ഫ്രണ്ടിൽ ഒട്ടിച്ചിട്ടുണ്ട്. ജപ്തി നോട്ടീസ് കൊണ്ടൊട്ടിച്ചിരിക്കുകയാണ്. അപ്പൊ അതും ഒരു ഭീഷണിയായിട്ട് അവർക്ക് തുടരുകയാണ്. കടങ്ങളും പലിശയ്ക്ക് വാങ്ങിച്ചവരൊക്കെ അമ്മ പറഞ്ഞതുപോലെ രാത്രിയും പകലും എന്നിട്ട് ഇവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇത് കാണുന്ന ഇവരെ ഈ കടക്കാർ വന്ന് ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയ അവസ്ഥയിൽ പോലീസ് സ്റ്റേഷനിൽ ഈ ഒരു വിവരം അറിയിച്ചിരുന്നാലോ? പോലീസ് സ്റ്റേഷനില് ഇവര് പോയിട്ടുണ്ടെന്ന് ഈ ഒരു സംഭവം കഴിഞ്ഞാൽ 3 തവണ ഈ വീട്ടിൽ നിന്ന് ഈ ചേച്ചി ആത്മഹത്യക്ക് ഒരു ശ്രമം. ഞാനത് നേരത്തെ ചേച്ചിയോട് പറഞ്ഞായിരുന്നു, നമ്മളൊരു കാര്യം ചെയ്ത് നമുക്ക് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഈ പലിശയ്ക്ക് വാങ്ങിച്ചത് കൊണ്ട് കൊച്ചിനും ഒരു പേടി എന്തോ ആണെന്നറിയത്തില്ല, ഒരു ബുദ്ധിമുട്ട് പോലെ പറഞ്ഞു. അപ്പൊ എന്തായാലും ഇപ്പൊ അവരുടെ അവസ്ഥ എന്ന് വെച്ചാല് വളരെ മോശപ്പെട്ട ഒരു പറഞ്ഞ ഒരു വെറും 200 രൂപ പോലും കയ്യിലെടുക്കാൻ ഇല്ലാത്ത ഒരു അവസ്ഥ. ഒരു അപേക്ഷ വാങ്ങാൻ പോകാനുള്ള വണ്ടിക്കൂലി പോലും കയ്യിലില്ലാത്ത ഒരു അവസ്ഥയിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു പരിഹാരം എന്ന നിലയിൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഒന്ന് സഹായിച്ചാൽ മാത്രമേ ഈ ഒരു കുടുംബത്തിന്റെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് അവരെ കരകയറ്റാൻ പറ്റൂ. ഒരു നിലയില്ല കയത്തിലാ വീണ് നിൽക്കുന്നത്. അവർ വന്ന് എന്തോ മക്കളൊക്കെ ഉള്ളപ്പോ വന്ന് അവരെന്താ പറയുന്നേ? അവരോരോ ബഹളം വെച്ചിട്ട് അവിടുന്ന് പോകുന്നത്. ഇവിടെ എല്ലാ മാസവും വരും. അടുത്ത മാസം തൊട്ട് ഇവിടെ ഭയങ്കര ബഹളമായിരിക്കും. നമ്മളിപ്പോ അവര് ഈ വീട്ടിൽ കടക്കാർ വന്ന് നമ്മളെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കണമെന്നാണ് പറയുന്നത്. അവര് ആണ് അവരോരോരോ ആൾക്കാരെ കൊണ്ടുവരും, വീട് കാണിച്ചിട്ട് കൊണ്ടുപോകും. അവര് ഇറങ്ങി കൊടുക്കണമെന്നും കൂടെ പറയുന്നത്. അത് ശരി. നിങ്ങക്ക് ഈ അവരെ ഇറക്കി വിട്ടാ പോകാൻ വേറെ ഏതെങ്കിലും സ്ഥലമുണ്ടോ? ഇല്ല, എങ്ങും സ്ഥലമില്ല. ഈ മോന്റെ സ്വന്തം അമ്മയ്ക്ക് കാവൽ നിൽക്കേണ്ട വരുന്ന ഈ മകന്റെ ഒരു അവസ്ഥ നമുക്ക് അത് എങ്ങനെ പറയണോന്ന് എനിക്കറിയില്ല. കാര്യം ഈ മോനും അമ്മയ്ക്കും നമ്മുടെ പൊതുസമൂഹത്തിന്റെ ഒരു സഹായം അത് കിട്ടിയേ തീരൂ. കാരണം അല്ലെങ്കിൽ പിന്നീട് വലിയൊരു വാർത്ത നമ്മുടെ സമൂഹം കേൾക്കേണ്ടി വരും. ഈ മോന്റെയും ഈ അമ്മയുടെയും അവസ്ഥ നിങ്ങൾ ഒരിക്കലും തട്ടിക്കളയരുത്. നമ്മളെ കൊണ്ടാവുന്ന തരത്തിലൊരു ചെറിയ സഹായം ഞാൻ ഈ അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും മൊബൈൽ നമ്പറും എല്ലാം നമ്മുടെ വീഡിയോയിൽ നിന്ന് ഉൾപ്പെടുത്താം. സഹായിക്കാൻ പറ്റുന്ന ഒരു മാക്സിമം ഒന്ന് സഹായിക്കുക. ഈ മോനെ 2 മാസമായിട്ട് അവൻ സ്കൂളിൽ പോകുന്നില്ല എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു വിഷമം വരികയാണ്. തീർച്ചയായിട്ടും നമ്മുടെ സമൂഹം തീർച്ചയായിട്ടും നിങ്ങളെ കൈവിടത്തില്ല എന്ന് തന്നെ. കാരണം നമ്മുടെ പല വീഡിയോയിലും ഒരുപാട് പേര് സഹായം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവരെയും കൈവിടത്തില്ല എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. ഈ ചേച്ചിയുടെയും ഈ മോന്റെയൊക്കെ ഒരു അവസ്ഥ കണ്ട് മനസ്സിലാക്കി, നെഞ്ചറിഞ്ഞ് മനസ്സിലാക്കി അവരെ സഹായിക്കണം. ഞാൻ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാം എന്ന് തന്നെ, അവരെ സഹായിക്കും എന്ന് തന്നെ പ്രതീക്ഷയോടുകൂടി നിർത്തിയാണ്.